ലോകത്തെവിടെയെങ്കിലും വളരെ തന്ത്രപ്രധാനമായ അപകടം നിറഞ്ഞ ഒരു ഓപ്പറേഷൻ നടക്കുന്നുണ്ടെങ്കിൽ ഒരു പേരെപ്പോഴും നിഴലിൽ നിന്ന് ഉയർന്നുവരും. അതെ, ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അമേരിക്കൻ സൈന്യത്തിന്റെ ആ കാണാകൈയെക്കുറിച്ചാണ്, ഡെൽറ്റ ഫോഴ്സ്. അപ്പോൾ എന്താണ് ഈ ഡെൽറ്റ ഫോഴ്സ്? ഈ പേര് നമ്മൾ പലപ്പോഴും കേൾക്കാറുണ്ടല്ലേ, പ്രത്യേകിച്ചും ലോകത്ത് വലിയ ചില സംഭവങ്ങൾ നടക്കുമ്പോൾ. പക്ഷെ എന്തുകൊണ്ടാണ് ഇവർക്ക് ഇത്ര അധികം രഹസ്യ സ്വഭാവം? ആരാണിവർ? ശരിക്കും എന്താണ് ഇവരുടെ ജോലി? ഒരു കാര്യം നമുക്ക് ഉറപ്പിച്ചു പറയാം, എവിടെയാണോ പരാജയം എന്ന വാക്കിനു പോലും സ്ഥാനമില്ലാത്തത്, അങ്ങനെയുള്ള ഏറ്റവും നിർണായകമായ സാഹചര്യങ്ങളിലാണ് ഈ പേര് നമ്മൾ കേൾക്കുക. അപ്പോൾ സിനിമകളിലൊക്കെ കാണുന്ന ആ അതിശയോക്തിയൊക്കെ മാറ്റിവെച്ച് യഥാർത്ഥ വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് ഇവരെക്കുറിച്ചൊന്ന് ആഴത്തിൽ മനസ്സിലാക്കിയാലോ? ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. ആദ്യം തന്നെ ഈ ഷാഡോ യൂണിറ്റ് അഥവാ നിഴൽ സേനയുടെ അടിസ്ഥാന കാര്യങ്ങളിലേക്ക് കടക്കാം. ഈ രഹസ്യങ്ങളിലേക്ക്, ഉള്ളറകളിലേക്ക് ഒന്ന് ഇറങ്ങിച്ചെല്ലാം. നമ്മളൊക്കെ ഡെൽറ്റ ഫോഴ്സ് എന്നാണല്ലോ പറയാറ്. പക്ഷേ അതൊരു വിളിപ്പേര് മാത്രമാണ് കേട്ടോ. ഇവരുടെ ഔദ്യോഗിക പേര് കുറച്ചുകൂടി വലുതാണ്. ഫസ്റ്റ് സ്പെഷ്യൽ ഫോഴ്സസ് ഓപ്പറേഷണൽ ഡിറ്റാച്ച്മെന്റ് ഡെൽറ്റ, അല്ലെങ്കിൽ ചുരുക്കി പറഞ്ഞാൽ 1SFODD. 1977 ഇത് രൂപീകരിച്ചത്. അമേരിക്കൻ ആർമിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രീമിയർ കൗണ്ടർ ടെററിസം യൂണിറ്റാണിത്. ഇവരെ എല്ലാ കാര്യത്തിനും അങ്ങ് അയക്കില്ല. സാധാരണ സൈനികരെ പോലെയല്ല. ഡെൽറ്റ ഫോഴ്സ് കളത്തിലിറങ്ങുന്നുണ്ടെങ്കിൽ അതിനർത്ഥം സാഹചര്യം അത്രയ്ക്ക് ഗുരുതരമാണെന്നാണ്. അതായത് പരാജയം എന്നൊരു ഓപ്ഷനേ ഇല്ലാത്ത സാഹചര്യങ്ങൾ. സമയം ഓരോ നിമിഷവും വിലപ്പെട്ടതായിരിക്കും. ഒരു ചെറിയ പിഴവ് മതി ഒരു രാജ്യത്തിന്റെ രാഷ്ട്രീയ ഭാവിയെ തന്നെ മാറ്റിമറിക്കാൻ. അങ്ങനത്തെ മിഷനുകൾക്ക് വേണ്ടി മാത്രമാണിവർ. അപ്പോൾ ഈ യൂണിറ്റ് വെറുതെ ഒരു ദിവസം രാവിലെ ഉണ്ടായതല്ല. ഇതിനൊരു കാരണമുണ്ട്. ഒരു വലിയ പ്രതിസന്ധിയിൽ നിന്നാണ് ഇവരുടെ ഉത്ഭവം. ഡെൽറ്റ ഫോഴ്സ് എന്തുകൊണ്ടുണ്ടായെന്ന് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ചരിത്രത്തിലേക്ക്, ആ പ്രതിസന്ധിയുടെ കാലഘട്ടത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കണം. സംഭവം നടക്കുന്നത് 1970കളിലാണ്. ലോകമെമ്പാടും ഭീകരവാദം ഒരു പുതിയ ഭീഷണിയായി വളരുകയാണ്. പക്ഷേ അമേരിക്കയ്ക്ക് ഇതിനെ നേരിടാൻ തക്കൊരു സംവിധാനമുണ്ടായിരുന്നില്ല. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമായിരുന്നു 1979 ഇറാൻ ബന്ദി പ്രതിസന്ധി. സ്വന്തം പൗരന്മാരെ രക്ഷിക്കാൻ കഴിയാതെ വന്നപ്പോൾ ഒരു സ്പെഷ്യലൈസ്ഡ് യൂണിറ്റിന്റെ ആവശ്യം അവർക്ക് ശരിക്കും ബോധ്യമായി. ഇതിന്റെയൊക്കെ ഫലമായിട്ടാണ് 1977 ഡെൽറ്റ ഫോഴ്സ് രൂപീകരിക്കുന്നത്. അവർ മാതൃകയാക്കിയത് ആരെയാണെന്നോ? ബ്രിട്ടന്റെ SAS-നെ. കാരണം കൗണ്ടർ ടെററിസത്തിലും ഹോസ്റ്റേജ് റെസ്ക്യൂവിലും അക്കാലത്ത് ലോകത്തിലെ ബെസ്റ്റ് അവരായിരുന്നു. ഓക്കെ, അപ്പോൾ രൂപീകരണത്തിന്റെ ചരിത്രം നമ്മൾ കണ്ടു. ഇനി നമുക്ക് അവരുടെ ഓപ്പറേഷൻസിലേക്ക് വരാം. ശരിക്കും എന്താണ് ഇവർ ചെയ്യുന്നത്? ഒരു ഡെൽറ്റ ഫോഴ്സ് ഓപ്പറേറ്ററുടെ ലോകം എങ്ങനെയുള്ളതായിരിക്കും? ഒരു കാര്യം മനസ്സിലാക്കണം, ഡെൽറ്റ ഫോഴ്സ് എന്ന് പറയുന്നത് ഒരു സാധാരണ യുദ്ധത്തിന് പോകുന്ന സേനയല്ല. അവരുടെ ദൗത്യങ്ങൾ ഒരു സർജന്റെ സ്കാൽപ്പിൽ പോലെയാണ്. വളരെ കൃത്യവും ലക്ഷ്യം മാത്രം ഭേദിക്കുന്നതും. പ്രധാനപ്പെട്ട ശത്രു നേതാക്കന്മാരെ പിടികൂടുക, അല്ലെങ്കിൽ ഇല്ലാതാക്കുക. ശത്രുരാജ്യത്തിനുള്ളിൽ അകപ്പെട്ട ബന്ദികളെ രക്ഷപ്പെടുത്തുക. ഒരു ഭീകരാക്രമണം നടക്കുന്നതിനു മുൻപ് തന്നെ ആ പ്ലാൻ തകർക്കുക. പിന്നെ ആരുമറിയാതെ ശത്രുരാജ്യത്തിൻ്റെ ഉള്ളിലേക്ക് കടന്നു ചെന്ന് രഹസ്യ റെയ്ഡുകൾ നടത്തുക. ഇതൊക്കെയാണ് ഇവരുടെ പ്രധാന. പക്ഷേ ഇതിലേറ്റവും ഞെട്ടിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇവരുടെ മിക്കവാറും ഓപ്പറേഷൻസ് സർക്കാർ ഒരിക്കലും ഔദ്യോഗികമായി സമ്മതിച്ചു തരില്ല. അവർ അവിടെ ഉണ്ടായിരുന്നുവെന്ന് പോലും പറയില്ല. ശരിക്കും ഒരു പ്രേതം പോലെ അവർ വരുന്നു, കാര്യം സാധിക്കുന്നു, ലോകമറിയുന്നതിനു മുൻപ് അപ്രത്യക്ഷരാകുന്നു. അപ്പോൾ നേവി സീൽസ് പോലെയുള്ള മറ്റ് എലൈറ്റ് യൂണിറ്റുകളിൽ നിന്ന് ഡെൽറ്റ ഫോഴ്സിന് എന്താണ് വ്യത്യാസം? നമുക്കൊന്ന് നോക്കാം. കാരണം അവരുടെ പ്രവർത്തന രീതിയും പങ്കാളിത്തവും ഒക്കെ വളരെ വ്യത്യസ്തമാണ്. എപ്പോഴും എല്ലാവരും ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, ഈ ഡെൽറ്റ ഫോഴ്സും നേവി സീൽസും ഒന്നാണോ? രണ്ടും അമേരിക്കയുടെ എലൈറ്റ് ഫോഴ്സ് അല്ലേ? എന്നാൽ ഈ ചോദ്യത്തിന്റെ ഉത്തരം അറിഞ്ഞാൽ തന്നെ ഇവരുടെ പ്രവർത്തനത്തിലെ പ്രധാന വ്യത്യാസം നമുക്ക് മനസ്സിലാകും. ഉത്തരം വളരെ ലളിതമാണ്. അല്ല, രണ്ടും രണ്ടാണ്. നേവി സീൽസിനെക്കുറിച്ച് നമുക്കെല്ലാവർക്കും അറിയാം. അവർ കുറച്ചുകൂടി പബ്ലിക് ഫേസിംഗ് ആണ്. അവരുടെ ഓപ്പറേഷൻസിനെക്കുറിച്ചുള്ള വാർത്തകളൊക്കെ വരാറുണ്ട്. എന്നാൽ ഡെൽറ്റ ഫോഴ്സ് അതീവ രഹസ്യം. സീൽസ് കരയിലും കടലിലും ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ ഡെൽറ്റയുടെ ഫോക്കസ് മുഴുവനും കൗണ്ടർ ടെററിസത്തിലാണ്. ചുരുക്കി പറഞ്ഞാൽ രണ്ടും എലീറ്റ് യൂണിറ്റുകളാണെങ്കിലും സീൽസ് ഒരു എലീറ്റ് കമാൻഡോ യൂണിറ്റായി അറിയപ്പെടുമ്പോൾ ഡെൽറ്റ ഫോഴ്സ് പ്രവർത്തിക്കുന്നത് ആ നിഴലിലാണ്, പലപ്പോഴും സൈന്യത്തിന്റെ നേരിട്ടുള്ള കൺട്രോളിന് പോലും പുറത്ത്. ഡെൽറ്റ ഫോഴ്സിന്റെ ഏറ്റവും വലിയ ശക്തി എന്താണെന്നറിയോ? അതവരുടെ ആയുധങ്ങളോ പരിശീലനമോ മാത്രമല്ല, മറിച്ച് ഇന്റലിജൻസ് ഏജൻസികളുമായുള്ള അവരുടെ ബന്ധമാണ്. ഇതൊരു ഫ്യൂഷൻ പോലെയാണ്. ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഇന്റലിജൻസ് ഏജൻസികൾ ശത്രുവിന്റെ നീക്കങ്ങൾ കൃത്യമായി കണ്ടെത്തുന്നു. ആ ഇൻഫർമേഷൻ ഉപയോഗിച്ച് സർജിക്കൽ സ്ട്രൈക്ക് നടത്താൻ ഒരു മിലിറ്ററി യൂണിറ്റ് തയ്യാറായി നിൽക്കുന്നു. ഈ ഇന്റലിജൻസും മിലിറ്ററി ശക്തിയും ഒന്നിക്കുന്ന ആ പോയിന്റിലാണ് ഡെൽറ്റ ഫോഴ്സ് ഏറ്റവും അപകടകാരികളായി മാറുന്നത്. ഇതിനെ സിമ്പിളായിട്ട് ഇങ്ങനെ പറയാം: CIA ടാർഗറ്റിനെ കണ്ടെത്തുന്നു, ഡെൽറ്റ ഫോഴ്സ് ആ പണി തീർക്കുന്നു. ഇതിലൂടെ US ഗവൺമെന്റിന് ഒരു വലിയ സൗകര്യം കിട്ടും.
അതിനെ പ്ലോസിബിൾ ഡിനയബിലിറ്റി എന്ന് പറയും. അതായത് ഈ ഓപ്പറേഷൻ വല്ലതും പാളുകയോ അല്ലെങ്കിൽ പുറംലോകം അറിയുകയോ ചെയ്താൽ അയ്യോ ഞങ്ങളൊന്നും അറിഞ്ഞില്ലേ എന്ന് സർക്കാരിന് ഔദ്യോഗികമായി പറയാൻ പറ്റും. അത് സിഐയുടെ ഒരു രഹസ്യ ഓപ്പറേഷനായിരുന്നു, സൈന്യത്തിന് അതിൽ പങ്കില്ല എന്ന് പറഞ്ഞ് കൈകഴുകാൻ പറ്റും. അതാണിതിലെ കളി. ഇതുവരെ നമ്മൾ പറഞ്ഞത് അവരുടെ കഴിവുകളെയും പ്രവർത്തനങ്ങളെയും കുറിച്ചാണ്. ഇനി നമുക്ക് കാര്യത്തിന്റെ കുറച്ചുകൂടി സങ്കീർണമായ വിവാദപരമായ ഒരു വശത്തേക്ക് വരാം. അതായത് അന്താരാഷ്ട്ര നിയമങ്ങളും ഡെൽറ്റ ഫോഴ്സും. ഇവിടെ കാര്യങ്ങൾ അത്ര ബ്ലാക്ക് ആൻഡ് വൈറ്റ് അല്ല. ഒന്നാലോചിച്ചു നോക്കൂ, വേറൊരു രാജ്യത്തിന്റെ അനുവാദമില്ലാതെ അവരുടെ മണ്ണിൽ കയറി ഒരു സൈനിക ഓപ്പറേഷൻ നടത്തുന്നത് നിയമപരമാണോ? ഇത് കേൾക്കാൻ അത്ര സുഖമുള്ള ചോദ്യമല്ല, പക്ഷെ നമ്മൾ ചോദിച്ചേ പറ്റൂ. അന്താരാഷ്ട്ര നിയമം അനുസരിച്ച് ഇതൊരു രാജ്യത്തിന്റെ പരമാധികാരത്തിന് നേരെയുള്ള കടന്നുകയറ്റമാണ്. ഇതിന്റെ പ്രത്യാഘാതങ്ങൾ ഭയങ്കരമായിരിക്കും. നയതന്ത്ര ബന്ധങ്ങൾ വഷളാകാം, ചിലപ്പോൾ ഒരു യുദ്ധത്തിലേക്ക് വരെ കാര്യങ്ങൾ പോയേക്കാം. ഇതൊഴിവാക്കാനാണ് ഗവൺമെന്റുകൾ ഇത്തരം ഓപ്പറേഷനുകൾക്ക് കൗണ്ടർ ടെററിസം എന്നൊരു ലേബിൾ കൊടുക്കുന്നത്. അപ്പോൾ യഥാർത്ഥ ചോദ്യം ഇതാണ്: സ്വന്തം രാജ്യത്തിന്റെ സുരക്ഷയ്ക്കു വേണ്ടി അന്താരാഷ്ട്ര നിയമങ്ങൾ ലംഘിക്കുന്നതിൽ ഒരു തെറ്റുമില്ലേ? ആ അതിർവരമ്പ് എവിടെയാണ്? ഈ നിയമപരമായ പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെയാണ് ഇവരുടെ രഹസ്യ സ്വഭാവം ഇത്രയും വലുതാകുന്നത്. ഇതിനു പിന്നിൽ ഒരു വ്യക്തമായ സ്ട്രാറ്റജിയുണ്ട്. എന്തുകൊണ്ടാണ് അമേരിക്കൻ ഗവൺമെന്റ് ഡെൽറ്റ ഫോഴ്സ് എന്നൊരു യൂണിറ്റ് ഉണ്ടെന്ന് പോലും ഔദ്യോഗികമായി സമ്മതിക്കാത്തതെന്ന് നമുക്ക് നോക്കാം. ഗവൺമെന്റ് ഈ മിഷനുകളെക്കുറിച്ച് മിണ്ടാതിരിക്കുന്നതിന് പല കാരണങ്ങളുണ്ട്. ഒന്നാമതായി, അവരുടെ ഓപ്പറേഷൻ രീതികൾ രഹസ്യമായി വയ്ക്കാം. രണ്ടാമതായി, രാഷ്ട്രീയമായും നയതന്ത്രപരമായും ഉണ്ടാകാവുന്ന പ്രശ്നങ്ങൾ ഒഴിവാക്കാം. മൂന്നാമത്തെയും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ കാരണം, ഇത് അവരുടെ മിത്രങ്ങളെയും ശത്രുക്കളെയും ഒരുപോലെ ആശയക്കുഴപ്പത്തിലാക്കും. ഇവർക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും എന്നൊരു ഭയം എപ്പോഴും നിലനിർത്താം. ചുരുക്കത്തിൽ പറഞ്ഞാൽ, അവരുടെ നിശബ്ദത തന്നെ ഒരു വലിയ ആയുധമാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കേട്ടുകഴിഞ്ഞപ്പോൾ നമുക്ക് ചോദിക്കാം, യഥാർത്ഥത്തിൽ ഡെൽറ്റ ഫോഴ്സ് എന്തിന്റെ പ്രതീകമാണ്? ഈ ചെറിയ ചെറിയ ഡീറ്റെയിൽസിൽ നിന്നെല്ലാം മാറി നമുക്ക് ആ വലിയ ചിത്രമൊന്ന് കാണാൻ ശ്രമിക്കാം. ഇന്നത്തെ ലോകത്ത് അധികാരമെന്ന് പറയുന്നത് വലിയ സൈന്യങ്ങളെ അയച്ച് യുദ്ധം ചെയ്യുന്നതിലല്ല, മറിച്ച് വളരെ കൃത്യതയോടെ ഇന്റലിജൻസിന്റെ സഹായത്തോടെ അതീവ രഹസ്യമായി കാര്യങ്ങൾ ചെയ്യുന്നതിലാണ്. ഡെൽറ്റ ഫോഴ്സ് ആ പുതിയ അധികാരത്തിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. നിഴലിൽ നിന്ന് പ്രവർത്തിച്ച് നിയമത്തിന്റെ അതിരുകൾ മായ്ച്ചു കളഞ്ഞ് ചിലപ്പോൾ രാജ്യങ്ങളുടെ തലവിധി തന്നെ മാറ്റിയെഴുതാൻ കഴിവുള്ള ഒരു ശക്തി. പക്ഷേ എല്ലാം കഴിയുമ്പോൾ ഒരു ചോദ്യം ബാക്കിയാണ്: നിഴലിൽ പ്രവർത്തിക്കുന്ന ഈ ശക്തിയെ ആരാണ് നിയന്ത്രിക്കുന്നത്? ഇവരെ ആരാണ് ചോദ്യം ചെയ്യുക?